ജൂൺ 25 ഇന്ത്യയുടെ ജനാധിപത്യത്തിനേറ്റ മുറിപ്പാടിന്റെ 51-ാം വാർഷിക ദിനം. അരനൂറ്റാണ്ട് മുൻപ് 1975 ജൂൺ 25 അർദ്ധരാത്രിയോടെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായം പിറന്നത്. അന്നാണ് രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് നിലനിന്നിരുന്ന ആഭ്യന്തര കലാപാവസ്ഥയാണ് അതിന് കാരണമായി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. അത് പരിഹരിക്കുന്നതിന് എന്ന പേരിൽ ഭരണഘടനയുടെ 352-ാം അനുച്ഛേദം എടുത്ത് പ്രയോഗിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി. 1977 മാർച്ച് 21 വരെ അടിയന്തരാവസ്ഥ നീണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാരമ്പര്യത്തിന് തന്നെ കളങ്കമേൽപ്പിച്ച 635 ദിവസങ്ങൾ ഇന്ത്യയെ ഭരിച്ചത് ഇന്ദിരയുടെ ഏകാധിപത്യമായിരുന്നു. രാജ്യചരിത്രത്തിലെ കറുത്ത ഏടായിട്ടാണ് അടിയന്തരാവസ്ഥയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ സകല അധികാരങ്ങളും അതോടെ ഇന്ദിരാഗാന്ധി എന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമായി. തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെട്ടു. പൗരന്മാരുടെ അടിസ്ഥാനപരമായ മൗലികാവകാശങ്ങൾ ഒരു നിമിഷം കൊണ്ട് അസാധുവായി. 6 മാസം കൂടുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് അടിയന്തരാവസ്ഥ നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. വിലക്കയറ്റം, പട്ടിണി, അഴിമതി, ഭക്ഷ്യക്ഷാമം, അസമത്വം, അനീതി മുതലായ വിവിധങ്ങളായ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ച് സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാർ, നക്സലൈറ്റുകൾ എന്നിങ്ങനെ വിവിധ നേതൃത്വത്തിന് കീഴിൽ ഉയർന്ന ജനകീയ മുന്നേറ്റങ്ങൾ ഒരു വശത്ത് ശക്തമായി ഇന്ദിരാ ഭരണത്തിന് വെല്ലുവിളി ഉയർത്തി. മറുവശത്ത് ഭരണകൂടത്തിന്റെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണവർഗത്തിന്റെയും നിലനിൽപ്പ് അപകടത്തിലാകുന്ന സാഹചര്യവും സംജാതമായി. ഈ സ്ഥിതിവിശേഷം നേരിടാനുള്ള ഭരണകൂട തന്ത്രമാണ് 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ എന്ന സ്വാതന്ത്ര്യ ധ്വംസനത്തിലേക്ക് നയിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി വിധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് മറ്റൊരു നിർണായക കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. 1971 തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഭാരതീയ ലോക്ദളിലെ രാജ്നാരായൺ ഫയൽ ചെയ്ത തിരഞ്ഞെടുപ്പ് കേസിൽ ജസ്റ്റിസ് ജഗൻ മോഹൻലാൽ സിൻഹ വിധി പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിക്ക് എതിരെയാണ്. ഇന്ദിരയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെട്ടു. 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല. അപ്പീലിൽ വാദം കേട്ട സുപ്രീം കോടതി ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാമെന്നും വോട്ടവകാശമില്ലാതെ പാർലമെന്റിൽ പങ്കെടുക്കാമെന്നും താൽക്കാലിക വിധി പുറപ്പെടുവിച്ചു. മലയാളിയായ ജസ്റ്റിസ് BR കൃഷ്ണയ്യരായിരുന്നു സുപ്രീം കോടതിയിലെ ജഡ്ജി. എന്നാൽ ഭരണരംഗത്തും സാമൂഹിക രംഗത്തും കുഴപ്പങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇന്ദിരയുടെ തീരുമാനമനുസരിച്ച് അവരുടെ പാവയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ 352-ാം വകുപ്പിന്റെ 1-ാം ഉപവകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനമുണ്ടായ ഉടൻ തന്നെ പത്രങ്ങൾക്ക് മേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. പ്രതിപക്ഷ നേതാക്കളെ തടവിലാക്കി. ഇന്ദിര മറ്റൊന്നുകൂടി ചെയ്തു. പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ 14, 21, 22 വകുപ്പുകൾ റദ്ദാക്കി. മൗലികാവകാശങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ ഉത്തരവ്. 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 20 വരെയാണ് രാജ്യം അടിയന്തരാവസ്ഥയെ അഭിമുഖീകരിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഒട്ടുമിക്ക പ്രതിപക്ഷ നേതാക്കളെയും ഇന്ദിര കസ്റ്റഡിയിലെടുത്തു. വിജയരാജ സിന്ധ്യ, ജയപ്രകാശ് നാരായൺ, രാജ്നാരായൺ, മൊറാർജി ദേശായി, ചൌധരി ചരൺ സിംഗ്, ജീവത് റാം കൃപാലിനി, അടൽ ബിഹാരി വാജ്പേയി, ജോർജ് ഫെർണാണ്ടസ്, ലാൽകൃഷ്ണ അദ്വാനി, അരുൺ ജെയ്റ്റ്ലി എന്നിങ്ങനെ പലരും അറസ്റ്റിലായി. RSSും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള പല സംഘടനകളും രാജ്യത്ത് നിരോധിക്കപ്പെട്ടു. അക്കാലത്ത് തന്നെയാണ് ജോർജ് ഫെർണാണ്ടസിനെതിരായ ബറോഡ ഡൈനമൈറ്റ് കേസ്, കേരളത്തിൽ നടക്കിയ രാജൻ ഉരുട്ടിക്കൊലക്കേസ് ഒക്കെ നടക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലും വിദ്യാർത്ഥി നേതാക്കളെയും സ്ത്രീകളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പോലീസ് വേട്ടയാടി. അടിയന്തരാവസ്ഥ പിൻവലിച്ച 1977 ജനുവരി 18 ഇന്ദിര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. എന്നാൽ ജനരോഷം ബാലറ്റായി പെട്ടിയിൽ വീണതോടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. വോട്ടെടുപ്പ് ദിവസം ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ദിരയ്ക്കും കോൺഗ്രസിനുമെതിരെ ജനത്തിന്റെ വിധിയെഴുത്തായിരുന്നു അത്. വോട്ടെണ്ണിയപ്പോൾ പ്രതിപക്ഷ സഖ്യമായ ജനതാ പാർട്ടിക്കായിരുന്നു വൻ ഭൂരിപക്ഷം. കോൺഗ്രസ് 153 ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയം നേരിട്ടു. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി രാജ്നാരായണനോടും സഞ്ജയ് ഗാന്ധി അമേഠിയിൽ രവീന്ദ്ര പ്രതാപ് സിംഗിനോടും പരാജയപ്പെട്ടു. അടിയന്തരാവസ്ഥയുടെ ഒപ്പം നിന്ന ഭൂരിപക്ഷം പേരെയും ജനങ്ങൾ പരാജയപ്പെടുത്തി. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ 1977 മാർച്ച് 24 മൊറാർജി ദേശായി ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ അധികാരത്തിലെത്തി.